സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടികജാതി മോർച്ച പ്രക്ഷോഭം നടത്തുന്നു. പിണറായി സർക്കാരിന്റെ പട്ടികജാതി വഞ്ചനയ്ക്കെതിരെയാണ് അവകാശ സംരക്ഷണ പ്രക്ഷോഭം പുരോഗമിക്കുന്നത്. പ്രക്ഷോഭം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. പാർട്ടിയുടെ മേൽ സ്വാധീനിക്കാൻ കഴിവുള്ളവർ അവർക്ക് തൊഴിലുകൾ കിട്ടുകയാണ്. ഇതെല്ലാം ഇവിടുത്തെ മനുഷ്യാവകാശ ധ്വംസനമാണ്, സാമൂഹ്യ നീതിയുടെ നിഷേധമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും ഇവിടുത്തെ പട്ടികജാതി സഹോദരങ്ങൾ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കണം. ഇവിടുത്തെ ജനങ്ങൾ ഇന്ന് ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വരികയാണ്. അവർക്ക് വേണ്ടി നീക്കിവെക്കുന്നതെല്ലാം അവർക്ക് കിട്ടണം. അവരാണ് വാസ്തവത്തിൽ ഇവിടുത്തെ മിച്ചഭൂമി ഉണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ അവകാശി ആരാണ്? ഭൂരഹിതനായ പട്ടികജാതി സഹോദരനാണ്. ഇവിടെ മിച്ചഭൂമി എത്രയോ സ്ഥലങ്ങളിലാണ് മിച്ചഭൂമി. ഇപ്പോൾ ആറന്മുളയിൽ ഒരു മിച്ചഭൂമി 232 ഏക്കർ ഭൂമിയാണ് ആറന്മുളയിൽ. ആ ആറന്മുളയിലെ 232 ഏക്കർ മിച്ചഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ആ മിച്ചഭൂമിയിലേക്ക് വൻകിട പ്രോജക്റ്റുകൾ വരികയാണ്. ആ മിച്ചഭൂമി ആർക്കാണ് കൊടുക്കേണ്ടത്? ആ 232 ഏക്കർ മിച്ചഭൂമി കൊടുക്കേണ്ടതിൻ്റെ ആദ്യത്തെ അവകാശി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഭൂരഹിതരായിട്ടുള്ളവർക്കാണ്. അവരാണ് ആദ്യത്തെ അവകാശി. അവർക്ക് കൊടുക്കാതെ വൻകിട പ്രോജക്റ്റുകൾ, വലിയ വലിയ പാടശേഖരങ്ങൾ നികത്തി കൊടുക്കുകയാണ്. ആ പാടശേഖരങ്ങൾ ഇവിടുത്തെ പട്ടികജാതി സഹോദരങ്ങൾക്ക് കൊടുക്കണം, ഭൂമിയില്ലാത്തവർക്ക് കൊടുക്കണം. അവർ കൃഷി ചെയ്യട്ടെ. അതുപോലെ 5.5 ലക്ഷം ഹെക്ടർ ഇവിടെ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയുണ്ട്. ആ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി സർക്കാർ എന്തുകൊണ്ട് കൈയടക്കി വെച്ചിരിക്കുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി അത് നീക്കി വെച്ചിരിക്കുന്നു? സർക്കാർ അവരെ സംരക്ഷിക്കുകയാണ്, അവരോടൊപ്പമാണ്. 5.5 ലക്ഷം ഹെക്ടർ അത്രയും ഭൂമി കൊടുക്കേണ്ടത് ആർക്കാണ്? ഭൂരഹിതരായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കാണ്. അവർക്ക് എന്തുകൊണ്ട് ഒരു 5 ഏക്കർ വെച്ച് അല്ലെങ്കിൽ 3-5 ഏക്കർ അവർക്ക് കൊടുത്തുകൂടെ? 5.5 ലക്ഷം ഹെക്ടർ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി കിടക്കുകയാണ്. ഈ കേരളത്തിൽ ഭൂരഹിതർ 3.5 ലക്ഷത്തിൽ പരം ഭൂരഹിതരുണ്ട്. ആ ഭൂരഹിതരുടെ കാര്യം ആര് നോക്കുന്നു? ഭവനരഹിതരായിട്ടുള്ളവരുണ്ട്. ഭൂരഹിതർക്ക് ഭവനമുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഭൂരഹിതരുണ്ട്, ഭവനരഹിതരായിട്ടുള്ളവരുണ്ട്, അല്പം ഭൂമിയുണ്ട്, പക്ഷെ വീടില്ല. അങ്ങനെയൊക്കെ കഴിയുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ? അന്നത്തിനും വെള്ളത്തിനും മണ്ണിനും വേണ്ടിയാണ് ഈ സമരം. പട്ടികജാതി മോർച്ച നടത്തുന്ന ഈ സമരം അന്നത്തിനും വെള്ളത്തിനും മണ്ണിനും വേണ്ടിയാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകണം. മുഖ്യമന്ത്രിയോട് ഞാൻ പറയുകയാണ്, കേന്ദ്രത്തിന്റെ എല്ലാ ക്ഷേമ പദ്ധതികൾക്ക് നീക്കിവെക്കുന്ന കോടിക്കണക്കിന് രൂപ നേരിട്ട് തരൂ. നിങ്ങളെന്തിനത് പിടിച്ചു വാങ്ങിച്ചു വെക്കണം? നേരിട്ട് കൊടുക്കൂ. ഇതിന്റെ ഗുണഫലങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ട ഈ പട്ടികജാതി സഹോദരങ്ങൾക്ക് ലഭിക്കട്ടെ. അതുകൊണ്ട് ഈ സമരം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ഈ സമരം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ്. എല്ലാ മനുഷ്യരും കഴിയുന്നത് പോലെ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും കഴിയുന്നത് പോലെ തങ്ങൾക്കും ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് പ്രഖ്യാപിക്കാനാണ് പട്ടികജാതി മോർച്ച ഈ സമരം നടത്തുന്നത്. അതുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. ഇനി വരും കാലങ്ങളിൽ നടക്കാൻ പോകുന്ന വൻ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മാറ്റുകൂട്ടാൻ, കരുത്തു പകരാൻ ഈ ധർണ ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. പിണറായി സർക്കാരിൻ്റെ പട്ടികജാതി വഞ്ചനയ്ക്കെതിരെയാണ് അവകാശ സംരക്ഷണ പ്രക്ഷോഭം നടത്തുന്നത്. പ്രക്ഷോഭം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. കുമ്മനം രാജശേഖരനാണ് ഇപ്പോൾ പ്രക്ഷോഭത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്.